രാത്രി 3 മണിയാണെങ്കിലും പുള്ളി ഇങ്ങനെയൊക്കെ പറയും. എന്റെ അമ്മ രക്ഷപ്പെടുന്ന കാണണം. ഒരു സ്ഥലത്ത് വരൂല, ഒരു സ്ഥലത്ത്. അയ്യോ ഇതുപോലെ തന്നെ ലാസ്റ്റ് ഞാൻ ഒരിക്കൽ ഇതുപോലെ വിളിച്ചപ്പോഴത്തേക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ നിൽക്കുമായിരുന്നു. ഞാൻ പറഞ്ഞ ഞാൻ അങ്ങോട്ട് വരാനില്ല, നീ വരണ്ട, ഞാൻ അത് കാണിച്ചോളാം. അല്ല വേറെ ദിവസം ഒരു സാധനം ഇറക്കി ചേട്ടാ എന്റെ അടുത്ത് പറയണേട്ടാ. ഞാൻ പറഞ്ഞു ചേട്ടാ എറണാകുളത്തോട്ട് വരണേ നമുക്ക്, ഞാൻ എല്ലാരും വരുന്നുണ്ട് വരുന്നെന്ന് പറഞ്ഞപ്പോ പറയാ എനിക്ക് ഇൻകം ടാക്സിന്റെ ഓഫീസിൽ പോയി ഒപ്പിടണോ, അവരുടെ പെർമിഷൻ ഉണ്ടെങ്കിലേ ജില്ല വിടാൻ പറ്റുള്ളൂ. ഞാൻ ചിരിച്ച രാത്രി എനിക്ക് ഫോൺ വരും, ഞാൻ ചിരിക്കില്ല. എന്നെ വിളിക്കുന്നു എന്തായാലും ഞാന് ഫോൺ വരുന്നത് നോക്കി നോക്കിയാ ചിരിക്കുന്നത്. ആ എടാ ബാബു, ഒരു സെർവർ പണിയുന്ന പുള്ളിയുടെ കയ്യിൽ ഒരു ഫുൾ കിറ്റ് ഉണ്ട്, സീറ്റ് അടക്കം. ആ ഒരാളുടെ തന്നെയാ പുള്ളിക്ക്. ഓ ശരിയാ, പുള്ളി ഇപ്പൊ എന്തായാലും സെർവർ പണിച്ചിട്ട് വരുമ്പോ ഒരുപാട് സമയം എടുക്കും. തിരുവല്ല വരെ വണ്ടി ഓടിക്കണം, കറണ്ട് വണ്ടിയുണ്ട്, ചെലവുമില്ല. കഷ്ടമുണ്ടത് ജോലെ നിനക്കറിയാത്തോണ്ടാ നമ്മളെ. പക്ഷെ ഒരു ദിവസം ഉണ്ടല്ലോ സർപ്രൈസ് ആയിട്ട് എന്നെ വിളിച്ചിട്ട് പറയാ, എടാ എനിക്ക് കന്യാകുമാരി പോണോ. അയ്യോ അപ്പൊ തന്നെ BMW പോയത്, അതാ ലോങ് ഓടിയത്. അതാ ഒറ്റ തവണ, ആദ്യമായിട്ട് നല്ല ഒറ്റ തവണ. ഞാൻ പുള്ളിയെ നേരെ ഇവിടെ കന്യാകുമാരി കൊണ്ടുപോയി. പിന്നെ ഞാന് ബോബ് ശരത്തേട്ടൻ എല്ലാവരും ഒക്കെ വിട്ട് ചെറിയ പ്രശ്നം എന്തൊക്കെയോ ബോഡിയൊക്കെ തൂത്ത് എടുക്കുവാട്ടോ ആശാനല്ല. ചെറിയ പ്രശ്നമുണ്ട്. ചവിട്ട ആക്സിഡന്റ് അല്ല, എന്ത് ചെയ്യും? ആക്സിഡന്റ് അല്ലേ, നീ ഒരു കാര്യം ചെയ്യും, നീ അവിടെ കടിച്ചു പിടിക്കട്ടെ. അളിയ നീ അല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ, എന്തായാലും ലാസ്റ്റിലേ വരുന്നേ, എന്തായാലും നീ ലാസ്റ്റിലായിരിക്കും. അപ്പൊ ഇതൊക്കെ എടുത്തുത്തിട്ട് വലിയ കാര്യമില്ല. ഞാൻ കുറച്ച് ദിവസത്തിൽ ഒരു 2-3 ദിവസം ഓഫ്ലൈൻ ഇവിടെ നമുക്ക് മറ്റേതെപ്പോ കളിക്കാം, പുഷിംഗ് ടുഗദർ. ജോക്കി നാണംകുണിയാണ്. എടാ ജോക്കി നാണംകുണിങ്ങ അല്ല, ഇൻട്രോവേർട്ടും അല്ല. ഇൻട്രോവേർട്ട് ഒന്നും അല്ല ജോക്കിക്ക് ഇൻസെക്യൂരിറ്റിയാ. ഇൻട്രോവേർട്ട് ഒന്നും ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ജോക്കി നല്ല അടിപൊളിയായിട്ട് എല്ലാവരോടും സംസാരിക്കും, കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കുക. പുള്ളിക്ക് കുറച്ച് കമ്മ്യൂണിക്കേഷൻ അടിപൊളിയാ. ഇൻസെക്യൂരിറ്റി ജോക്കിയെ കണ്ട ഒരാൾ പോലും ഇൻട്രോവേർട്ട് എന്ന് പറയത്തില്ല. അതിനെന്താ പേര് പറയാന്ന് അറിയത്തില്ല. ചില ഇൻസെക്യൂരിറ്റീസ് ഉള്ള അതിനെന്താ പേര് പറയുന്നത്? സ്റ്റാർട്ടിംഗ് ട്രബിൾ അല്ല. ഇവൻ നമ്മളോടാണെങ്കിൽ പോലും ചില സമയങ്ങളിൽ പെട്ടെന്നൊരു എന്താ പറയാ സംസാരിക്കാണ്ട് ഇരുന്ന ആളെ, മീൻസ് ഇന്നെ ആദ്യമായിട്ട് കാണുന്ന ആൾ അങ്ങനെയൊന്നുമില്ല. മൂഡ് സിങ്സിന്റെ ആശനാണ്, അത് സത്യമാണ്. അത് മൂഡ് സിങ്സ് അല്ല, മൂഡ് അങ്ങനെ ആട്ടം. ഇന്ന് ബാബുര് ഉറപ്പായിട്ട് വിളി വരുന്നു. അങ്ങനല്ല, ചെറിയൊരു വ്യത്യാസം മൂടില്. അല്ല അതല്ല, ഞാനെന്തായാലും ഞാൻ തിരുവല്ലം പോയിക്കോളാം, കുഴപ്പമില്ല. ചേർത്താ നല്ല ഉറക്കമായി, എന്റെ രാത്രി വിളിക്കണ്ട, രാവിലെ നമുക്ക് സംസാരിക്കാം കേട്ടോ. ഉറപ്പായിട്ട് കണ്ടോണ്ടിരിക്കും ചേർത്തേട്ടാ, എനിക്കറിയാം ചേർത്തേട്ടാ. അല്ല ഇന്ന് എന്തായാലും ഈ ഇൻഫോ അവിടെ എത്തിയ പുള്ളി ഉണ്ടല്ലോ, നീ എന്തായാലും പറഞ്ഞെന്ന് അറിയാൻ വേണ്ടി ഈ 1 മണിക്കൂർ 41 മിനിറ്റ് പുള്ളി പ്ലേ ചെയ്യും ഉറപ്പായിട്ടും 100%. എടാ എല്ലാരും പുഷിംഗ് ടുഗദർ ചോദിക്കുന്നു, എന്ന് തുടങ്ങാം? എന്ന് തുടങ്ങാം, പറഞ്ഞോ. നീ പറയണം, ഞാൻ പറയാം. നമുക്കൊരു 1-ാം തീയതി തൊട്ട് 10-ാം തീയതിക്കുള്ളിൽ തീർക്കാം. അത് 1-ാം തീയതി തുടങ്ങിയിട്ട്. അതാ നീ പറഞ്ഞു, ഞാൻ പറഞ്ഞു ഞാൻ ഞാൻ റെഡിയാ. ചന്ദ്രൻ നീ ഉണ്ടോ? ഞാൻ ആക്രിയുടെ കൂടെ കൊടുത്തു വിട്ടാ. അത് എന്താടാ? ആക്സിഡന്റ് അല്ല, നൈസ് വൺ. നീ ആക്രിക്ക് കൊടുത്തു വിട്ട മാമനോട് ചോദിച്ചു. എന്തായാലും പുള്ളി നീ 1-2 വട്ടം വിളിച്ച് കാണും, ചോദിച്ചു നോക്ക്. കളിയാക്കിയ ഇപ്പഴേ ഇത് എത്ര നേരമായിരുന്നു ഞാൻ ഇങ്ങനെ കഥ കേട്ടോണ്ടിരിക്കുന്നേ. ഒരു ഇത് വേണ്ടേ?
ഞാൻ എന്തിനൊക്കെ 2-3 വാക്കുകൾ പറഞ്ഞു നോക്കുന്നു, ആരെങ്കിലും മൈൻഡ് ചെയ്യണ്ടേ? 2 രൂപ ഇഴുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങ് തള്ളിക്കൊണ്ടിരിക്കുക. BMW അപ്പൊ കില്ല നാട്ടിലായിരുന്നു പറക്കണ 2 ചേർത്തേട്ടനൊന്നും കാം ഡൗൺ ആവാൻ കുറച്ച് സമയം കൊടുത്തിട്ട് വൈകിട്ട് അല്ലെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും വിളിച്ചിട്ട് ചേട്ടാ ഫുഡൊക്കെ കഴിച്ചോട്ടാ, എവിടെയെങ്കിലും പോയാലോട്ടാ, എന്തെങ്കിലും ആവശ്യമുണ്ടോട്ടാ എന്നൊക്കെ ചായ കുടിക്കാൻ പോയാലോ? ഓ പോയാലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ചേർത്തേട്ടൻ, ഞാൻ ഇങ്ങനെ ചേർത്തേട്ടനെ പറഞ്ഞ കാര്യം പോലും ചേർത്തേട്ടൻ ഓർമ്മ കാണത്തില്ല. ഞാൻ പിന്നെ പറയാറുമില്ല. എന്നാലും ചെറിയൊരു പേടിയുണ്ടല്ലേ ബാബു? പൊക്കി ഞാനേ എന്റെ ഫോണിൽ തന്നെ നോക്കിയിരിക്കുക, ഇപ്പൊ കോള് വരും. ലാസ്റ്റ് 2 തവണ RP കയറിയിട്ട് എന്താ പറഞ്ഞപ്പോ എനിക്ക് അപ്പൊ തന്നെ കോള് വന്നായിരുന്നേ. പെട്ടെന്ന് ടെൻഷനൊക്കെ മാറിയതല്ലേ? അതെ ഇല്ലേ, നമ്മളിതൊരു ശരത്തേട്ടനെ പോലൊരു പാവം എനിക്കറിയില്ല. അത് എല്ലാവർക്കും വേണ്ടി അങ്ങനെ നിന്ന ഒരാളാ. അങ്ങനെ ആളെ പറ്റി ഇങ്ങനെയൊക്കെ പറയാറുന്നാ? അതൊക്കെ മോശമല്ലേ? പവറാക്കാം നമുക്ക്. അയ്യോ, അപ്പൊ ഗൈസ് എല്ലാവർക്കും മറ്റു സ്ട്രീമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അയ്യോ, ഓക്കെ. അപ്പോൾ ഇന്നലെ 17 സോങ് നെയിം മൂവിങ് ടു ദ സൺ. ഞാൻ സൺ ടു ദ സൺ എന്ന് അത്ര കേട്ടുള്ളൂ. ഞാൻ ടു ദ സൺ എന്ന് അടിച്ചപ്പോൾ തന്നെ യൂട്യൂബിൽ വന്നായിരുന്നു. അപ്പോൾ മൂവിങ് ടു ദ സൺ എന്നാണ് പേര്. അപ്പം ഇന്നലെ നിങ്ങൾ നോക്കുവാണെങ്കിൽ പോയിന്റ് ലിസ്റ്റ് ഇങ്ങനെയാണ് നമ്മുടെ പോയിന്റ്. ഈഗിൾ 17, ഗോക്കു 15. വല്ലപ്പോഴാണ് ഇങ്ങനെയൊക്കെ വരുന്നത്, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ടോപ്പിലെപ്പോഴും ഗോക്കു ദ ഗോട്ട് ആയിരിക്കും എപ്പോഴും മേളിൽ വരുന്നത്. ഇന്നലെ 2 പോയിന്റിൽ നമുക്കത് മിസ്സായി. ലാസ്റ്റത്തെ കളി നമ്മൾ ജയിച്ചെങ്കിലും നമുക്ക് ആ ഒരു സന്തോഷം കിട്ടില്ല. കാരണം എന്താ, നമ്മൾ പോയിന്റ് ലിസ്റ്റിൽ സെക്കൻഡായി പോയി. ടുഡേ റിഡംഷൻ ഡേ, ദ റിവെഞ്ച് നോബഡി ടോക്ക്ഡ് അബൌട്ട്, ദ റിവെഞ്ച് നോബഡി എക്സ്പെക്ട്, ദി ഗോഡ് ഫാമിലി going to come back. ഇന്ന് ലൈവ് നിർത്തുമ്പോൾ ഇവിടെ, അതായത് ഇവിടെ ഇവന്റെ പേരിന്റെ പട ഗോക്കു എന്നായിരിക്കും, മനസ്സിലായില്ലേ? സ്റ്റാലിൻ TV നിനക്ക് മനസ്സിലായി? ഗോട്ട്, യെസ്. ഇന്ന് ആ സ്ഥാനത്ത് നമ്മളായിരിക്കും. റിഡംഷൻ ഡേ, ലെറ്റ്സ് ഡു ഇറ്റ്, വി ക്യാൻ. ഞാൻ എപ്പോഴും ബേക്കിലോട്ട് പിറകിൽ നിൽക്കുകയാണെങ്കിൽ, പിറകിലാണ് ഓടിച്ചുകൊണ്ട് നിൽക്കുന്നെങ്കിൽ, നിങ്ങളുടെ ഓരോ പവർ എനിക്ക് ചാറ്റിലൂടെ നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കണം, നിങ്ങളുടെ എനർജി, മനസ്സിലായില്ലേ? കക്കാശി വരട്ടെ. നമുക്ക് എല്ലാത്തിനും ഇന്ന് തൂത്തു വാരണം. നമ്മുടെ ഹാർപ്പിക്ക് എടുക്കാത്ത .01 കീടം, അവനെ ഇന്നലെ ഫസ്റ്റ് എത്തിയത്, അവനെ ഇന്ന് തൂത്തെടുക്കണം. യെസ്, ലെറ്റ്സ് ഗോ. നമ്മൾ ഒന്നും അറിയാത്ത പോലെ ആയിരിക്കണേ. അല്ലേ ഉള്ളൂ 4 കിലോമീറ്റർ എന്ന് വെച്ച് 10 മിനിറ്റ് 10 മിനിറ്റ് വേണ്ട. 4 കിലോമീറ്ററിന്റെ അല്ല, അത് എടുത്തോണ്ട് വന്ന് ഇവിടെ വന്ന് പുഴുത്ത് തോക്കണം എന്നിട്ട് ഇവന്മാര് വായിരിക്കണം, കേൾക്കണം. അത് ന്യായമായ കാര്യം. ഈ രാത്രിയില്ല, അതിന്റെ ആവശ്യം ഈ രാത്രിയില്ല. എന്തായാലും മനസ്സിലായില്ലേ? ഇവരിപ്പോ ഗെയിം തുടങ്ങോടാ, ഇല്ലെങ്കിൽ ഞാൻ പോകുന്നടാ. ഇവര് ഗെയിം തുടങ്ങുമെങ്കിൽ ഒരു റൗണ്ട് ഗെയിം കണ്ടിട്ട് പോവാന്നാ വിചാരിക്കുന്നത്. ഇത്തിരി താളം വിട്ടിട്ട് വാറ്റ ഇപ്പൊ തുടങ്ങോളിയാ നിങ്ങള്? അത് ലേറ്റ് ആവോ? ഞങ്ങൾ രാവിലെ വരെ ഉണ്ടാവും, പോയിട്ട് ലീഡർ രാവിലെ ഉണ്ടാവുന്നാ. ഇത് ലേറ്റ് ആവോ? നമ്മളെ ലീഡർ അപ്പൊ തുടങ്ങുമല്ലോ. എടാ എന്നാ അങ്ങനെയാണെങ്കിൽ അങ്ങനെ പോയിട്ട് വെയിറ്റ്. പക്ഷെ നമ്മളെ വേറെ മെയിൻ ഒരു റൈഡർ ഉണ്ട് കേട്ടാ. ഈഗിൾ ബ്രോ കമ്മിങ് എന്ന്. നമ്മളെ മെയിൻ ഡ്രൈവർ കാസ്ട്രോ.
എന്നാ ഈഗിൾ വന്നിട്ട് അവന്റെ ലൈവ് ഷെയർ ചന്ദ്ര നീ കാസ്ട്രോടാ ഇത് കണ്ടോ ഷോർട്സ് ഉണ്ടായിരുന്നോ മഞ്ചിന്റെ ഇല്ല. അളിയ ഞാനേ ഈഗിൾ ബ്രോ കൂടെ വരട്ടെ, ഈഗിൾ ബ്രോ കൂടെ വരട്ടെ. എന്നിട്ട് കാസ്ട്രോ ബാബു. വീസി വിളിയല്ലേ, വീസി വിളി കാസ്ട്രോ. ബാബു എന്നാ നീ വാ VC ഞാനാണെങ്കിലേ ഡെഫൻ ചെയ്തിട്ട് ഞാൻ ഇന്ന് പറയാ അവനെ ഉള്ള ഒരു BMW അവന്റെ BMW എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുക. ആശാന്റെ പറഞ്ഞോണ്ടിരിക്കരുത്. ഇവിടത്തെ സെക്യൂരിറ്റി ഉണ്ടല്ലോ, ഇങ്ങനെ ഇങ്ങനെ ഗേറ്റ് അടയ്ക്കുവേ. ആദ്യമൊക്കെ എനിക്ക് സഹതാപമായിരുന്നു പുള്ളി അടുത്ത്. ഞാൻ പോകുമ്പോ പുള്ളി എണീറ്റ് വരും, ലോക്ക് അഴിക്കും, ഗേറ്റ് തുറന്നു തരും. പിന്നെ ഉണ്ടല്ലോ എനിക്കൊന്ന് പുറത്തു പോകാൻ. എടാ ശരത്തേട്ട ഈഗിൾ ബ്രോയെ വിളിച്ചോണ്ടിരിക്കുവാന്നറ ചാറ്റില്. അപ്പൊ അടുത്ത എനിക്കാ വരുന്നത്, ഞാൻ ഇറങ്ങുക. സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് പോയികളെ ഗോഡ് സൈസായി ബോഡി മാസ് കയറി. അത് വെറുതെ ഇരുന്ന് വീട്ടിലിരുന്ന് തിന്നാ. എന്റെ അമ്മോ, എടാ പെട്ടെന്നൊന്ന് അളിയ കളി നല്ല അളിയ ഒരു റൗണ്ട് തീരെ എത്ര സമയം എടുക്കും അളിയാ? അത്രേ ഉള്ളോ? ഓക്കേ ഗയ്സ്, ഈ കളി കണ്ട് ഹരം കേറി കളിക്കാൻ തോന്നുവാണെങ്കിൽ നമ്മൾ സ്റ്റിയറിംഗ് വീൽ സെറ്റ് ചെയ്യും. നീയൊക്കെ എന്നെ കൊല്ലോ. നീയൊക്കെ കാസ്ട്രോയുടെ ആഡ് ഇറങ്ങിയോന്ന്, കാസ്ട്രോയുടെ ആഡ് കാണിച്ചേ. കാസ്ട്രോ വരുവാടാ? വിളിച്ചിട്ട് എടുത്തില്ല കേട്ടോ. ആ വരുവാണെങ്കിൽ നമുക്ക് കാസ്ട്രോ ഇരുത്തി കാസ്ട്രോയുടെ റീൽ റിയാക്ട് ചെയ്യാം. ഡിസ്കോഡിൽ കയറാൻ പറയണേ കേട്ടാ. നീ ഇട്ടിട്ടെ ഇട്ടിട്ട് കയറാൻ കാസ്ട്രോയുടെ വരട്ടെ, കാസ്ട്രോ വരട്ടെ, കാണിച്ചിരടാ. കാസ്ട്രോയുടെ ആഡ് ഇറങ്ങിയെന്ന് വെച്ചാൽ കാസ്ട്രോനെ ഇട്ട റീലാടാ പറയുന്നേ. ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട റീലാ പറഞ്ഞ. അളി നിന്റെ അഭിപ്രായത്തിലാണ് മറ്റേ സ്റ്റിയറിംഗ് വീൽ എടുത്ത് ഡ്രീമറെ വിളിച്ചിടാ ചന്ദ്രു വിളിക്കുന്ന. എടാ നീ VC മാറല്ലേ, ഞാൻ ഷെയർ ചെയ്യുവാ. ഷെയർ ചെയ്താ ഷെയർ ചെയ്ത്. എടാ പയ്യെ പോയിട്ട് കേട്ടാ, ധൃതി പിടിച്ച് പോയിട്ട് വരല്ലേ, പയ്യെ പോയിട്ട്. നീ സ്ക്രീൻ ഷെയർ നീ ക്യാമറ ഓഫ് ചെയ്തിട്ട് വന്നിട്ട് പയ്യെ പോയിട്ട് കേട്ടാ. പിന്നല്ലാണ്ട് എന്താ വരുന്നത്? ഒരു 2 മിനിറ്റ് വരുന്നു. എന്തിനു പറയണത്? മറിച്ച് ഇവന്റെ PC വീട്ടിലെത്തി എന്തെങ്കിലും പറ്റിയ കൊടുക്കട്ടെ. എടാ ഇവനെ ഇവിടുന്ന് കാക്കനാട് വരെ പോയി അവൻ പുതിയ അവന്റെ പെടലും എടുത്തിട്ട് ഇപ്പൊ തിരിച്ചു വരും നിങ്ങളെ തോപ്പിക്കാൻ. ചുമ്മാ ഓ അതിനു വേണ്ടി അവന്റെ ആത്മാർത്ഥത ഉണ്ടോ? അളിയ നല്ല കാര്യമല്ലേ അളിയ പറഞ്ഞത്, നിങ്ങൾ അവരെ തോപ്പിക്കാൻ. ഞാൻ വെറുതെ കളിക്കാനാണ് പറഞ്ഞത്, തോപ്പിക്കാനൊന്നുമല്ലേ. നീ എന്തിനാ പേടിക്കുന്നത്? എന്തിനാ നീ കളിച്ചു വേണം. അപ്പൊ ഞാൻ 3 ഓപ്ഷനാ കൊടുത്ത്. ഒന്ന് ജോയ്സ്റ്റിക്കില്ലേ, നമ്മുടെ PS5 ജോയ്സ്റ്റിക്കില്ലേ, അതുമ്മ ടാപ്പ് ചെയ്തിട്ട് ഒന്ന് നമ്മുടെ മൈക്ക് PC-യുടെ മൈക്ക്, ഒന്ന് സ്റ്റിയറിംഗ് വീല്. അവര് പറഞ്ഞു സ്റ്റിയറിംഗ് വീല് മതി. ഞാനൊരു കാര്യം പറയട്ടെ കാസ്ട്രോ അടുത്ത്. കാസ്ട്രോ അവരാ ഏജൻസി എടുത്ത് ചോദിക്കണം ഈ സ്ക്രിപ്റ്റ് ആരോ കൊടുത്തതെന്ന്. ഞാൻ ചെയ്യാൻ പറ്റിയ സ്ക്രിപ്റ്റ് ആയിരുന്നു. ലാസ്റ്റിലുണ്ടല്ലോ എന്റെ ആള് ഡിലേ ആയി പോന്നെ ഇതാക്കി കളഞ്ഞ കള്ളത്തെണ്ടികൾ. എന്റെ സ്ക്രിപ്റ്റ് ആയിരുന്നു പക്ഷെ ബാബു ഞാൻ ഇങ്ങനെ അല്ലായിരുന്നു. ഞാൻ ഇതിന് ആമസോണിൽ നിന്ന് ഒരു സാധനം മേടിച്ച് സ്റ്റിയറിംഗില് മറ്റേ വെച്ചിട്ട് വെളിയിലോട്ട് ഇത് വരുന്ന രീതിയിൽ ചെയ്ത് വെച്ചിരിക്കുവായിരുന്നു. ഞാൻ അതായിരുന്നു എന്റെ സ്ക്രിപ്റ്റ്. അണ്ടാരം എന്ത് ചെയ്യാൻ പറ്റും, അമ്മമാരറിഞ്ഞ എന്നെ താറ്റി. ഞാൻ ഒന്നും മിണ്ടില്ല. അല്ല ഒരു കണക്കിന് നന്നായിട്ടെ എയർലാവുള്ള എല്ലാ സാധനം ഉണ്ടായിരുന്നേ. വേറെ മഞ്ചിനൊക്കെ നല്ല മുട്ടായി വേറെ ഡയറി മിൽക്ക് ഒക്കെ. അത് കിട്ടിയില്ലല്ലേ, പ്രൊമോഷൻ കിട്ടിയില്ല. അല്ല നീ അത് ചെയ്യുന്ന എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ അളിയാ, ചിന്തിക്കാൻ പോലും. അളിയാ അത് ഇങ്ങനല്ലായിരുന്നു, വേറൊരു സാധനമായിരുന്നു. ജൂഡ് തിന്നല്ലേ അത്. അവൻ തിന്ന് കളഞ്ഞടാ അത് അതേപോലെ മൊത്തത്തിൽ. അതാണ് MRP ഒന്നും ഇല്ലാത്ത മുട്ടായി ആടാ അത്. അതിനകത്ത് വേറെ ഒരു ഡീറ്റെയിലും ഇല്ല. ലോഞ്ച് എത്തുന്നേ ഉള്ളൂ, പുതിയ ലോഞ്ച് അത് അവരുടെ. അല്ല എന്നാലും നീ അത് കാണിച്ചാടാ ബാബു. അത് കാണിച്ചു നമുക്കൊരു ട്രയൽ റൈസ് കളിക്കാം. വാ ഒറ്റ മിനിറ്റ് ഞാൻ കേറുന്നുള്ളൂ. ഒറ്റ മിനിറ്റ് ബാബു, ഞാൻ ബാബു ഡ്രൈവിംഗ് സ്കിൽസ് ഒക്കെ കാണിച്ചു. കുറച്ച് കാണിച്ചേ. ഇല്ല ഡ്രൈവിംഗ് സ്കില്ല് ഞാൻ അന്ന് കണ്ടതാ, ഇച്ചിരി വിഷയമാ, അല്ലെന്ന് ഞാൻ പറയുന്നില്ല.
നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണ് ഈഗിള് ഈ സ്ക്രിപ്റ്റ് ചെയ്തത് നിങ്ങൾ ആലോചിച്ച് നോക്കണേ. നിങ്ങൾ ഈ സ്ക്രിപ്റ്റ് ഈഗിള് ചെയ്യുന്നൊന്ന് ആലോചിച്ച് നോക്കണം. വെയിറ്റ് ഈഗിള് ഈ സ്ക്രിപ്റ്റ് ചെയ്തത് No way. Wait, I have an idea. എടാ എടാ ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിയാണ് ഇത് ഈഗിൾ ഇത് ചെയ്തൊന്ന് ആലോചിച്ച് നോക്കിയാണ് നിങ്ങൾ. ജീനിയസ്. ജീനിയസ്. ലെറ്റ്സ് ഗോ. അപ്പോ ഇതാണ് എന്റെ മഞ്ച് മാക്സ്. അപ്പൊ ഇത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി. ഈഗിൾ ഇത് ചെയ്ത് നിങ്ങൾ ചിന്തിച്ച് നോക്കി. ചെയ്യുമ്പോ തന്നെ നടക്കില്ല. വെയിറ്റ്, ഒരു ഐഡിയ ഉണ്ട്. ജീനിയസ്. ജീനിയസ്. എന്താ റൈറ്റാണ് ഇത്? ജീനിയസ്. ജീനിയസ്. ഇതൊന്നും ഈഗിൾ ചെയ്തെന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അയ്യോ അടിച്ചിട്ട് വാ. അല്ല ഞാൻ ലൈവ് ആണെന്ന് പറയാം. ചേട്ടാ ചേട്ടാ മൈക്ക് മ്യൂട്ട് ചേട്ടാ. ഇത് ബട്ടൺ കംപ്ലൈന്റ് ആടാ മൈക്കിന്റെ. ഞാൻ ലൈവ് കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതിയോ? ഞാൻ ഉറപ്പായിട്ട് ലൈവ് കഴിഞ്ഞിട്ട് വിളിക്കാട്ടാ. ഇത് മൈക്ക് ഇന്നലത്തെ ഒരു സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മളെ ക്യാം സെറ്റ് ചെയ്ത് മനസ്സിലായി. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോ കേട്ടാ അത് കൊള്ളല്ലേ ഇത് എന്തെങ്കിലും വരുമ്പോ സൂവായിട്ട് കക്കാശി വെൽക്കം. നിന്നെ കാണാനായിരുന്നത്. നിന്നെ വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു ഞാൻ. മനസ്സിലല്ലേ? ഇതാകുമ്പോ എനിക്ക് മുഖവും നോക്കാം, നിങ്ങൾക്ക് എന്നെ സൂം ചെയ്തും കാണാം. മനസ്സിലല്ലേ? സെറ്റ് സെറ്റ് സെറ്റ്. അവന്റെ ചെക്ക് പോയിന്റ് മിസ്സായടാ. ചെക്ക് പോയിന്റ് മിസ്സായി. പോയിട്ട് വാ. എടുക്കാൻ പോയിട്ട് നിങ്ങൾ കളി തുടങ്ങിയോ? പെഡലില്ല പെഡല് അല്ല ഞങ്ങൾ ചുമ്മാ തുടങ്ങിയതാ. ചെറിയ റേസാ. എല്ലാരും അപ്പോ പൈസ സ്റ്റിയറിംഗ് വീല് മേടിക്കണ്ടേ? നോക്കണം. നിന്റെ ചന്ദ്രൻ നിങ്ങളൊക്കെ ഡ്രീമർ ഉണ്ടല്ലോ, അവനോലും ഇതില്ല. മനസ്സിലായ? അതാരോ ഓട്ടയ്ക്ക് പോയ ഓട്ടയ്ക്ക് വെളിയിൽ പോയല്ലേ?